അയ്യോ BBC ടീം ഇങ്ങോട്ട് വന്നിട്ടല്ലോ. നമ്മുടെ കുടുംബശ്രീ നെടുവ ചാണല്ലേ. ഞാൻ ഇതിനകത്ത് ഉണ്ടാകും കഴിയുമ്പോൾ വിളിച്ചാൽ മതി. കുറ്റം കിടക്കുന്ന കിടപ്പ് കണ്ടടി ചവറുമായിട്ട്. ഇന്ന് കുടുംബശ്രീ ആയിട്ട് അടിച്ചുകൂത്തൊക്കെ ഇടേണ്ടതാണ്. ചെയ്തിട്ടില്ല ഒന്നും. ഇവിടെ അമ്മായിയമ്മയും കൊള്ളാം മരുമകളും കൊള്ളാൻ വന്ന്. അതെ, 1 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ഫൈൻ എഴുതി വെക്കാമായിരുന്നു. ₹10,000 ലോൺ എടുത്തിട്ട് മുതലും വെക്കുന്നതിന് പലിശയും വെക്കണില്ല. അല്ലെ എങ്ങനെ വെക്കാനാടി? അവിടെ കെട്ടിയാൻ വല്ല പണിക്കും പോകുമോ? അപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ഇതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ കൊച്ചെ. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി അജിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷയ്ക്ക് നന്മ കുടുംബശ്രീയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും നന്മ കുടുംബശ്രീയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി ചർച്ചയാണ്. യോഗത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയാം. പുറത്തുപോയി പറയാൻ നിൽക്കരുത്. പഞ്ചായത്തിൽ നിന്ന് വാർത്ത കൊടുത്തിട്ട് നിങ്ങൾക്ക് വല്ലവർക്കും കിട്ടിയായിരുന്നു. അത് ആ മെമ്പറിന്റെ ആൾക്കാർക്ക് തന്നെ അവർ കൊടുത്തു കാണും. എടി എന്നാലും ആ കൊച്ചിന്റെ കാര്യം വലിയ കഷ്ടമായി പോയി. അതിന്റെ ഭർത്താവും മരിച്ചുപോയി. ആ പിള്ളേരെ എന്ത് കഷ്ടപ്പെട്ടാണ് അത് വളർത്തിക്കൊണ്ട് വരുന്നത്. എന്നാലും എല്ലാരും കൂടെ അതിനെ ഇട്ട് കൊത്തി വലിക്കുകയാണ്. ഇത് ആരുടെ കാര്യ പറയുന്നത്? ആ ബിഗ് ബോസിലെ രേണു സുധിയേ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ മോഹൻലാലിന് പടമൊന്നും ഇല്ലേ, എപ്പോഴും അവരുടെ കൂടെ കാണാനല്ല. ചേച്ചി അമ്മ ഇന്ന് വരത്തില്ലേ? ലോണ് നിക്ഷേപം വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കുറ്റം തുടങ്ങാവല്ലേ? നിക്ഷേപ സമാഹരണമാണ്. കാശ് വെക്കാനുള്ളവരൊക്കെ തന്നേരും. 100 രൂപ കിട്ടിപ്പോയി. അയ്യോ, ഞാൻ 100 രൂപ കൊണ്ടുവന്നതല്ല, 250 കൊണ്ടുവന്നില്ല. അതെന്റെ മരുമകളുടെ അടുത്ത് കാണും. എവിടെ വെച്ചാലും അവള് തപ്പിയെടുക്കും. അല്ലടി, ഞാൻ കൊണ്ടുവന്നതാണേ. സത്യം അടിയാൻ പറയാ. വിഷ്ണു ഇല്ലേ? വിഷ്ണു ഇവിടെ ഇല്ല. സുശീലയുടെ മകനാണ്, സിനിമയിലാണോ? താടി കണ്ട് കള്ളും കഞ്ചാവും ആണെന്ന് പെണ്ണും കെട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പഴല്ലേ ആളെ മനസ്സിലായി. അവൾ ഒരു പണിക്കും പോലെ കെട്ടിയൊരു ഇരിപ്പാണ്. ഒരു തൊഴിലുറപ്പിന് പോലും അവള് പോകുകയല്ല. മതി, എനിക്ക് ആരുടെയും കുറ്റം പറഞ്ഞാൽ ഇഷ്ടമല്ല, കേൾക്കണതും ഇഷ്ടമല്ല. ചോറളമ്പിക്കോ. കാപ്പ് കുടിച്ചിട്ട് ലോണും നിക്ഷേപമൊക്കെ വെക്കാം. എല്ലാവരും കാപ്പ് കുടിക്കുക. എടി, അച്ഛൻ വരുമ്പോ ചായ എടുത്ത് കൊടുക്കണേ. നീ ചെവിയിലാ കുന്ത്രാണ്ടം വെച്ചോണ്ട് ഇരിക്കല്ലേ. ഏത് സമയം ചെവി ഫോണും വെച്ചിട്ട് കിടപ്പ. ഓണഫണ്ട് പിരിച്ചുവിടാനുള്ള സമയമായിട്ടുണ്ട്. അല്ലേ കൊച്ചേ, നമുക്ക് ഓണത്തിന് പരിപാടിയൊന്നും നടത്തണ്ടേ? ആ മഹാലക്ഷ്മിക്കാരാ പ്രശ്നയുടെ വാതിൽ കിടന്ന് കൈകൊട്ടിക്കളിയാ പൂത്ത കോരടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ. തള്ളക്ക് വയസ്സാങ്കാലത്ത് കൈകൊട്ടി കളിക്കാഞ്ഞിട്ടാണ്. ചന്ദ്രചേച്ചി ലോൺ വെക്കണുണ്ടോ? ഈ ആഴ്ച ഇല്ല, അടുത്ത ആഴ്ച വെക്കാം. കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയല്ല പറഞ്ഞത്. 2 ലക്ഷം പിടിച്ചെന്റെ അഹങ്കാരമാണ്. ആ സ്ഥാനത്ത് ഞാനിരിക്കേണ്ടതാണ്. എനിക്ക് എടുത്തുമണിയറിയുമ്പോഴത്തോണ്ട്. അടുത്ത യോഗം അമ്പിച്ചേച്ചിയുടെ വീട്ടിലാണ്. വേണ്ട, അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ യോഗം വെക്കണ്ട. അതന്നെ, ഞാൻ സുശീലയുടെ കൂടെ നാലമ്പലത്തിൽ പോവാ. ഏത് സുശീല? കുറച്ചുമ്പ് വന്ന ചെറുക്കനില്ലേടി, അവന്റെ അമ്മ സുശീല. ആ